Good morning. Okay. Morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? Okay. Okay. Next ആണ് types of mortuary. നെക്സ്റ്റ് ഭാഗം നോക്കാം. Types of mortuary. മൂന്ന് തരത്തില് mortuaries ഉണ്ട്. Waiting mortuary, hospital mortuary and private mortuary. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. Okay. First ആണ് waiting mortuary. Okay. A waiting mortuary is a mortuary building planned specifically for the purpose of framing that deceased person is truly dead. അതെന്താണ് waiting mortuary എന്ന് പറയുന്നത്? മരണമടഞ്ഞ വ്യക്തി മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ഈ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ വെച്ച് സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ, അതിനെയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല് മരണമടഞ്ഞ. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരീകരിക്കുക. മരണമടഞ്ഞ വ്യക്തികള് മരിച്ചോ ഇല്ലയോ എന്ന് ഒന്നും കൂടിയും സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡ് ബോഡീസ് വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? പണ്ട് കാലങ്ങളില് ഈ ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പേടിയായിരുന്നു, ജീവനോടെ കുഴിച്ചുകൊണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വളരെ ഭയമായിരുന്നു, ജീവനോടെ കുഴിച്ചുകൊണ്ടോ എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, ആളുകൾ മരിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സുകളും വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, പണ്ട് കാലത്ത് അങ്ങനത്തെ ടെക്നിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവനോടെ അവരെ കുഴിച്ചുകൊണ്ടോ എന്നൊക്കെ വളരെ ഭയമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മോർച്ചറിയില് ഇങ്ങനെ നമ്മള് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുമ്പോ ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ടുണ്ട് നോക്കാനായിട്ട്. അയാളെ പറയുന്ന പേരാണ് അറ്റൻഡന്റ്. ഓക്കെ, ഈ അറ്റൻഡന്റ് ആണ് ഡെഡ് ബോഡീസിനെ എന്തെങ്കിലും സയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അവര് സൂക്ഷിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ കിടക്കുമ്പോ അവരെന്തെങ്കിലും കണ്ണനക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൈ പൊക്കുന്നുണ്ടോ കാലനക്കുന്നുണ്ടോ എന്നൊക്കെ ഇവര് നോക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവര് മരിച്ചു കഴിഞ്ഞോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോർച്ചറിയിൽ വെക്കുമ്പോൾ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരാനായിട്ട് തുടങ്ങും അല്ലെ. ഇല്ലേ, ഡീകമ്പോസിഷൻ നടക്കുമ്പോ എന്താണ്, അത് അഴുകാനായിട്ട് തുടങ്ങുമ്പോ ആ ഡെഡ് ബോഡിയിൽ നിന്ന് സ്മെല്ല് വരാറുണ്ട്. അങ്ങനെയും സ്ഥിരീകരിക്കാൻ പറ്റും എന്താണ്, ആ ഡെഡ് ബോഡി മരിച്ചു എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഔട്ട്ലൈൻ ആയിട്ടൊന്ന് പറഞ്ഞതാണ്, ഒന്നുകൂടി മിസ് വായിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടി നോക്കാം. എ വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് specifically for the purpose of framing, സ്ഥിരീകരിക്കുക that deceased person is truly dead. വെയിറ്റിംഗ് മോർച്ചറിയിൽ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മരണമടഞ്ഞ വ്യക്തികള് മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ബിഫോർ ദ emergence of modern methods of verifying the death, people feared that they would be, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബ്യൂറിയൽ എന്നാക്കണം കേട്ടോ. PURIAL അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ PDF കിടക്കുന്നത്? ബ്യൂറിയൽ അല്ലേ?
ഇല്ല, തിരുത്തിക്കോളൂ കേട്ടോ. ബ്യൂറിയൽ. ഓക്കെ, ഇല്ലാത്തവരെ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. BURIAL, ബ്യൂറിയൽ എലി. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു, പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു, ആളുകൾക്ക് ജീവനോടെ കുഴിച്ചു കൊള്ളുന്നൊക്കെ ഭയമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, കുറെ മോഡേൺ മെത്തേഡുകൾ ഉണ്ട്. ആളുകൾ മരിച്ചു അല്ലെ, ഡെഡ് ബോഡി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം മോഡേൺ മെത്തേഡ്സ് വന്നിട്ടുണ്ട്. To lessen such fears, the lately deceased were housed for a time in waiting mortuary where attendants would watch for sign of life. എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഈ മോർച്ചറിയിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് അറ്റൻഡൻസ്. ഓക്കെ, ഇയാളാണ് നോക്കുന്നത് ഡെഡ് ബോഡീസിൽ എന്തെങ്കിലും ഹാർട്ട് ബീറ്റ് ഉണ്ടോ, കണ്ണ് തുറക്കുന്നുണ്ടോ, കടി അനക്കുന്നുണ്ടോ, കാലനക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഈ അറ്റൻഡന്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്, ക്ലോക്സ് would be allowed to decompose partially prior to usal. എന്താണ് ഞാൻ പറഞ്ഞു, കുറച്ച് നേരം ഈ മോർച്ചറിയില് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡീകമ്പോസിഷൻ നടക്കും അല്ലെ, ക്ഷയിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ക്ഷയിക്കാനായിട്ട് തുടങ്ങുമ്പോ എന്താ വരാ, ഡെഡ് ബോഡിയിൽ എന്ത് വരും, സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ സ്മെല്ല് വരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആ ഡെഡ് ബോഡി ആയി കഴിഞ്ഞു അല്ലെങ്കിൽ ആൾ മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ പറയുന്ന കാര്യങ്ങൾ. അറ്റൻഡൻസിന്റെ അടിയിലൊന്ന് അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് അവിടെ അറ്റൻഡൻസ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ വെയിറ്റിംഗ് മോർച്ചറി എന്നുള്ളത് ആ സെന്റൻസ് അവസാനിക്കുന്നത് വരെ മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് ക്ലിയർ ആണോ? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്, നമ്മള് ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ, മരണമടഞ്ഞ വ്യക്തി മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ കൊണ്ടുവന്ന ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. ഇനി ആ ഡെഡ് ബോഡീസിനെ അതിന്റെ എന്താണ്, അയാൾ മരിച്ചു കഴിഞ്ഞോ ഇല്ലയോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അയാളെ പറയുന്ന പേരാണ് അറ്റൻഡൻസ്. ഓക്കെ, ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി എന്താണെന്ന് ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി വെയിറ്റിംഗ് മോർച്ചറി. ഓരോ മോർച്ചറിയും ഡിഫറെന്റ് ആണ്. ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത് ഓർത്ത് വെക്കാട്ടോ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്. വായിച്ചു നോക്കൂട്ടോ വെയിറ്റിംഗ് മോർച്ചറി. ക്ലിയർ ആണോ വെയിറ്റിംഗ് മോർച്ചറി? നോക്കിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. എന്താണ് ഹോസ്പിറ്റൽ മോർച്ചറി? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കെയർ സെന്റർ, ഹോസ്പൈസ് അറിയാലോ. ഹോസ്പൈസ് എന്താ? ഹോസ്പൈസ് എന്താ? പുനരധിവാസ. ഓർമ്മയുണ്ടോ? ഹോസ്പൈസ് എന്ന് പറഞ്ഞാല്
പുനരധിവാസ സേവനങ്ങൾ അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം, റീഹാബിലിറ്റേഷൻ. ഓക്കെ, റിട്ടയർമെന്റ് ഹോം, അപ്പൊ ഹോസ്പിറ്റല്, കെയർ സെന്റർ, ഹോസ്പൈസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം, ഇവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് എംപ്ലോയ്സ് salaried personnel called mortuary disinfection service agent or mortician. അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണലിനെ പറയുന്ന പേരാണ് എന്ത്? മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചേ. അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണൽസിനെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അല്ലെങ്കിൽ പറയുന്നത് എന്താണ്? മോർട്ടീഷ്യൻസ്. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. ഹോസ്പിറ്റൽ മോർച്ചറിയുടെ പാർട്ടാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസിന്റെ ഒരു പാർട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. Okay, hospital mortuaries are the part of hospital services. Hospital services ന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. The hospital mortuary may be delegated as an autopsy site for forensic purposes. എന്താണ് ഓട്ടോപ്സി? എന്താ ഓട്ടോപ്സി? ഓട്ടോപ്സി എന്താണ്? ഓട്ടോപ്സി എന്താ? ഓക്കെ, വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം അല്ലെ? അപ്പൊ പോസ്റ്റ്മോർട്ടം പോലെയുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളവയാണ് എന്ത്? ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഓട്ടോപ്സി പോലുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽസ്, കെയർ സെന്റർ, ഹോസ്പൈസ് ആൻഡ് റിട്ടയർമെന്റ് ഹോം. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സണൽസിനെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും അതുപോലെ തന്നെ മോർട്ടീഷ്യൻസ് എന്നും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സർവീസസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്? In hospital mortuary may be delegated as an autopsy site for the forensic purpose. അല്ലെ? ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം പോലെയുള്ള ഫോറൻസിക് പർപ്പസിന് വേണ്ടി ഡെലഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമതലപ്പെടുത്തുക. ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറിയെ. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഡൗട്ട് ഉണ്ടോ പാരഗ്രാഫില്? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ഞാൻ പറഞ്ഞോട്ടെ, ഹോസ്പിറ്റൽ മോർച്ചറിയുടെ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. നിങ്ങൾ കമന്റ് ഒന്നും ഇടണില്ലല്ലോ. നെക്സ്റ്റ് പറയാൻ പോകുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. ഇൻ റൂറൽ ഏരിയ where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside on its own vicinity. Vicinity എന്ന് പറഞ്ഞാല് അടുത്ത പ്രദേശങ്ങൾ. ഓക്കെ, അടുത്തുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ അടുത്ത പ്രദേശം. വിസിനിറ്റി ഫോർ എ ഫീ. അപ്പൊ എന്താണ്? ഇപ്പോ റൂറൽ ഏരിയാസില് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം അടക്കാനായിട്ട് സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ റൂറൽ ഏരിയാസില് ഒരു പേഴ്സൺ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം ചെയ്യാനായിട്ട് ഉള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ആ ഏരിയയിൽ ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ആ ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്.
ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് ആ ഡെഡ് ബോഡി സൂക്ഷിക്കും. എന്ന് വരെയും ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നത് വരെ അവരെവിടെ സൂക്ഷിക്കുന്നുണ്ട്? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കും. അപ്പോ വെറുതെ അവരെ സൂക്ഷിക്കില്ലല്ലോ, അതിനെന്ത് അവരെ ഈടാക്കുന്നുണ്ട്? ആ ഡെഡ് ബോഡി വെക്കുന്നത് വരെയുള്ള ഫീ, ചെറിയൊരു ഫീ അവര് ഹോസ്പിറ്റൽ മോർച്ചറിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? റൂറൽ ഏരിയാസിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എന്താണ് അടക്കാനായിട്ടുള്ള സൗകര്യങ്ങള് ആ പ്രദേശത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കുമ്പോൾ ചെറിയൊരു ഫീ അവര് ഈടാക്കും. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മോർച്ചറി വായിച്ചു നോക്കിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒന്നുകൂടി പറയണോ ഹോസ്പിറ്റൽ മോർച്ചറി എന്താണെന്ന്? ഒന്നുകൂടി പറയണോ മിസ്? ഡൗട്ട് വരുന്നുണ്ടോ? ഇല്ല, ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒന്നുകൂടി പറയാം. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റൽസ്, കെയർ സെന്റർ, ഹോസ്പൈസ്, പുനരധിവാസ സേവനങ്ങൾ കേട്ടോ, റീഹാബിലിറ്റേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സൺസിനെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്നും മോർട്ടീഷ്യൻസ് എന്നും. അതുപോലെ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ സർവീസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെലഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലപ്പെടുത്തുക. അപ്പൊ ഓട്ടോപ്സി എന്ന് പറഞ്ഞാല് പോസ്റ്റ്മോർട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറിയെ. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളിൽ അയാളെ അടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, അവിടെ സൂക്ഷിച്ചു വെക്കേണ്ടത് പോലീസ്. ഇനി അവരെ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? നമ്മള് ഫീ, പ്രത്യേക ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയോ. വിസിനിറ്റിയുടെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുത്തേ.
ക്ലിയർ ആയോ? വെയിറ്റിംഗ് ഹോസ്പിറ്റൽ മോർച്ചറി ഓക്കെ ആണോ? അതിന് ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് പ്രൈവറ്റ് മോർച്ചറി കേട്ടോ. മൂന്ന് കൺസെപ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, വെയിറ്റിംഗ് മോർച്ചറി എന്താണെന്ന് മനസ്സിലായി, അതുപോലെ ഹോസ്പിറ്റൽ മോർച്ചറി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? രണ്ട് കാര്യങ്ങളിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് മോർച്ചറി. നോക്കിക്കോളൂ. A private mortuary is a private structure to receive hospital mortuary. Okay, clear ആണ്. ഇനി നോക്കിയേ, a private mortuary is a private structure to receive remains waiting for burial or cremation. Cremation ഒക്കെ അറിയാലോ എന്താണെന്ന്? എന്താ ക്രിമേഷൻ? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്യൂറിയൽ ഓർ ക്രിമേഷൻ, ശവസംസ്കാരം. ഓർമ്മയുണ്ടോ? ഓക്കെ, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമൈൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറിയൽ ഓർ ക്രിമേഷൻ, അല്ലെ? അടക്കം ചെയ്യുന്നതിന് മുൻപോ ശവസംസ്കാരത്തിന് മുൻപോ ഡെഡ് ബോഡി വെയിറ്റ് ചെയ്ത് വെക്കുന്ന അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ശവസംസ്കാരത്തിന് മുൻപോ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നതിന് മുൻപോ ഡെഡ് ബോഡീസ് എവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്? വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നുണ്ട്. ഈ പ്രൈവറ്റ് മോർച്ചറിയിലാണ് ഡെഡ് ബോഡീസ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, it is mostly used in some cases of death at home. അല്ലെ? എന്താണ്? ഇപ്പോ ഒരു റിലേറ്റീവ്സ് ഒക്കെ ഗൾഫിലാണ്, വീട്ടില് അപ്പനും അമ്മയും മാത്രമുള്ളെങ്കിൽ, രണ്ടുപേര് മാത്രമുള്ളെങ്കിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് മരിക്കുകയാണെങ്കിൽ എന്താണ്, അവര് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും, അല്ലെ? ഗൾഫിൽ നിന്ന് അവർ എത്തുന്നത് വരെ ചിലപ്പോ 2 ദിവസം പിടിക്കാം, ചിലപ്പോ ഒരാഴ്ച പിടിക്കാം, ചിലപ്പോ 2 ആഴ്ചയ്ക്ക് പിടിക്കാം, അല്ലെ? അപ്പോ ഈ ഡെഡ് ബോഡികള് എവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്? പ്രൈവറ്റ് മോർച്ചറിയിലാണ് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്? ഓക്കെ ആണോ? പ്രൈവറ്റ് മോർച്ചറിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി? ഓക്കെ, ഇനി നോക്കിയേ, അൺലൈക്ക് hospital mortuary, a private mortuary may not receive the dead body of individuals who died of certain infectious diseases. എന്താണ്? ഹോസ്പിറ്റൽ മോർച്ചറി പ്രൈവറ്റ് മോർച്ചറി പോലെയല്ല. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല് എല്ലാ ഡെഡ് ബോഡീസും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അല്ലെ? പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് കേസസുകൾ മാത്രം എടുക്കില്ല? ഇൻഫെക്ഷൻ വന്ന് മരിക്കുന്ന ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ഈ പ്രൈവറ്റ് മോർച്ചറിയില് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കില്ല. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ വന്നാണ് രോഗികൾ മരിക്കുന്നതെങ്കിൽ ഈ ഡെഡ് ബോഡി എവിടെ സൂക്ഷിക്കില്ല? പ്രൈവറ്റ് മോർച്ചറിയിൽ അവര് സൂക്ഷിച്ചു വെക്കില്ല. അതാണ് പ്രൈവറ്റ് മോർച്ചറി ആൻഡ് ഹോസ്പിറ്റൽ മോർച്ചറി ഡിഫറൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി ആണെങ്കിൽ എല്ലാ ഡെഡ് ബോഡീസും സൂക്ഷിച്ചു വെക്കും. പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ആള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി അവിടെ സൂക്ഷിച്ചു വെക്കില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. അപ്പൊ പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞു തരാം. ഫ്യൂണറൽ ഹോംസ് എന്നാല് ഒരു ബിസിനസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. പ്രൈവറ്റ് മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ച് വെച്ച് റിലേറ്റീവ്സ് ഇപ്പൊ ഗൾഫിലാണെങ്കിൽ അവര് വരുമ്പോ, അല്ലെ? വരുന്നത് വരെ അവര് അവിടെ സൂക്ഷിക്കുന്നുണ്ട്.
ഡെഡ് ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഡെഡ് ബോഡീസ് കൈമാറുന്നു. ആ കൈമാറിയതിനു ശേഷം അവരുടെ മരണാന്തര ചടങ്ങുകളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഫ്യൂണറൽ ഹോംസ് ചെയ്തു കൊടുക്കുന്നു. അപ്പൊ എന്താണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് ആണ്. ഓക്കെ, ബിസിനസ് ആണ്. ഈ പ്രൈവറ്റ് മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുകയും ഗൾഫിൽ നിന്ന് റിലേറ്റീവ്സ് വരുന്നത് വരെ അവര് വന്നു കഴിഞ്ഞതിന് ശേഷം ഡെഡ് ബോഡി അവർക്ക് കൈമാറി മറ്റു മരണാന്തര ചടങ്ങുകൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്. അതിനെയാണ് നമ്മൾ ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് മോർച്ചറി മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ? ഡൗട്ട് വരുന്നുണ്ടോ? ഒന്നുകൂടിയും പറയാം. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറി, എല്ലാ പ്രൈവറ്റ് മോർച്ചറീസും റൺ ചെയ്യിപ്പിക്കുന്നത്, അതിന്റെ മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. ബിസിനസ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? അവരെന്താ ചെയ്തു കൊടുക്കുന്നത്? പ്രൈവറ്റ് മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിക്കുകയും റിലേറ്റീവ്സ് വരുന്നത് വരെ സൂക്ഷിച്ചു വെച്ച് റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെഡ് ബോഡീസ് അവർക്ക് കൈമാറുകയും അതിനുശേഷം അവരുടെ മറ്റ് മരണാന്തര ചടങ്ങുകൾക്ക് ആ മരണാന്തര ചടങ്ങുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്രൈവറ്റ് മോർച്ചറീസ് ആർ ദ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. എന്താണ്? ഫ്യൂണറൽ ഹോംസിന് പുറമെ കൊടുക്കുന്ന സേവനത്തിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They come under the category either of funeral home or funeral പാർലർ. ഓക്കെ, അപ്പൊ ഫ്യൂണറൽ ഹോംസിനെ പറയുന്ന മറ്റു പേരാണ് ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂണറൽ ഹോംസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂണറൽ ഹോംസ് മാനേജ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആണ്. അവരെന്താ ചെയ്തു കൊടുക്കുന്നത്? ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെച്ച് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തു നിന്നോ റിലേറ്റീവ്സ് വരുന്നത് വരെ ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുകയും അവര് വന്നു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡീസ് കൈമാറുകയും അവരുടെ മരണാന്തര ചടങ്ങുകൾ വരെ ചെയ്തു കൊടുക്കുന്ന ഒരു ബിസിനസ് ആണ് ഫ്യൂണറൽ ഹോംസ്. ക്ലിയർ ആയോ? പ്രൈവറ്റ് മോർച്ചറി ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കൂ കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഹോസ്പിറ്റൽ മോർച്ചറിയും പ്രൈവറ്റ് മോർച്ചറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡെഡ് ബോഡീസും അവിടെ സൂക്ഷിച്ചു വെക്കും. പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിൽ ഇൻഫെക്ഷൻസ് വന്നിട്ടാണ് ആ വ്യക്തി മരിച്ചതെങ്കിൽ ആ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മോർച്ചറിയിൽ ആ ഡെഡ് ബോഡി സൂക്ഷിക്കില്ല. ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇപ്പൊ വീട്ടിൽ ആരുമില്ല, പെട്ടെന്ന് മരിച്ചു പോയി,
വീട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ ഗൾഫിലാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഗൾഫിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് മോർച്ചറിയിലാണ് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. അവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂണറൽ ഹോം തന്നെയാണ്, ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഇതൊക്കെ കാര്യങ്ങളാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടത്. എങ്ങനെയാണ് മോർച്ചറി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് ഉള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, a mortuary occupancy register is updated basis-ly. എന്താണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ മോർച്ചറിയിൽ എത്ര പേര്, എത്ര ഡെഡ് ബോഡീസ് ഉണ്ട് അല്ലെ, ഡെഡ് ബോഡീസ് ആണ് മോർച്ചറിയിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. എത്ര ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ എത്ര എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ചില ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുള്ളൂ അല്ലെ. ഇപ്പൊ അതുപോലെ തന്നെ മെഡിക്കൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോസ്റ്റ്മോർട്ടം ചെയ്യുള്ളൂ അല്ലെ. അങ്ങനെ എന്തെങ്കിലും റയർ കേസുള്ള ഡെഡ് ബോഡീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുള്ളൂ. എത്ര ഡെഡ് ബോഡീസ് ആണ് മോർച്ചറിയിൽ ഉള്ളത്, അതുപോലെ തന്നെ എത്ര എണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാല്. ആ ഒക്യുപ്പൻസി രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഒക്യുപ്പൻസി രജിസ്റ്റർ അപ് ടു ഡേറ്റ് ആയിട്ട്, അപ്ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ്, the necessary temperature of the mortuary is observed and sustained. എന്താണ് sustained എന്ന് പറഞ്ഞാല്? sustained എന്താ? സസ്റ്റൈൻഡ് എന്താ? നിലനിർത്തുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ അല്ലെ, നെഗറ്റീവ് ടെമ്പറേച്ചർ, അതുപോലെ ടെമ്പറേച്ചർ, പോസിറ്റീവ് ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചിലത് നമ്മള് എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണം, ചിലത് എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണം അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ അത് ഒബ്സർവ് ചെയ്യുകയും അത് കറക്റ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുകയും നിലനിർത്തുകയും വേണം. ഇനി നെക്സ്റ്റ് ആണ് ഇത്, ക്ലീൻലിനെസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻഡ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ. ക്ലീൻലിനെസ് എന്താ? ക്ലീൻലിനെസ് വൃത്തി അല്ലെ, അടക്കും ചിട്ടയുമായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമ്മള് സൂക്ഷിക്കണം. ക്ലീൻലിനെസ് ആയിട്ടും നല്ല അടക്കും ചിട്ടയോട് കൂടിയിട്ട് വേണം മോർച്ചറി നിലനിർത്തേണ്ടത്. പിന്നെന്താണ്, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സെക്യൂരിറ്റി എന്തായിരിക്കാം? എന്തിനു വേണ്ടിയിട്ടാണ് മോർച്ചറിയിൽ സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാവാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒബ്സർവിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇല്ല, ഐഡിയ കിട്ടുന്നില്ല. സെക്യൂരിറ്റി എന്തിനായിരിക്കാം? ഡെഡ് ബോഡീസ് സൂക്ഷിക്കാനായിട്ട്, മിസ്സാവാതെ പോകാനായിട്ട്, അധികം ആരെയും കടത്തി വിടാതിരിക്കാനായിട്ട്. ഓക്കെ, അതെന്താ ഉദ്ദേശിക്കുന്നത്? എത്ര കേസുകൾ വരാറുണ്ട്? നോർമൽ ആയിട്ടും ആളുകൾ മരണപ്പെടാം, അതുപോലെ തന്നെ ഏത് കേസും വരാറുണ്ട് മോർച്ചറിയില്? ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ. ഓക്കെ, കറക്റ്റ്. പിന്നെ മെഡിക്കോ ലീഗൽ കേസസുകൾ വരാം അല്ലേ? വരുമോ? ഓർമ്മയുണ്ടോ? മർഡർ കേസുകള്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പോ ഈ മെഡിക്കോ ലീഗൽ കേസസുകൾക്ക് നമ്മൾ കുറെ ഇൻവെസ്റ്റിഗേഷൻസ്, എങ്ങനെയാണ് മരിച്ചത്, ആരിൽ നിന്ന് മരണപ്പെട്ടതാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ മോർച്ചറിയില്. റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ടാവാം. അപ്പൊ ചില ആളുകൾ വന്നിട്ട് അത് നശിപ്പിക്കാം അല്ലെ, ആ തെളിവുകൾ നശിപ്പിക്കാം. അതിനു വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതും ഇതില് ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത് ഇതാണ് കാരണം. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ഐറ്റംസ്. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? നടപടിക്രമങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ്സുകൾ, നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതുപോലെ അജൻഡാസ് അല്ലെ, പ്രൊസീജിയേഴ്സ് സ്ട്രിക്ട്ലി നമ്മൾ എന്ത് ചെയ്യാം? മോർച്ചറിയിൽ ഫോളോ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകളായാലും അതിന്റെ പ്രൊസീജിയേഴ്സുകളായാലും നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രിക്ട്ലി അവിടെ ഫോളോ ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓട്ടോപ്സി. ഓട്ടോപ്സി അറിയാലോ, പോസ്റ്റ്മോർട്ടം അല്ലെ, പോസ്റ്റ്മോർട്ടം. ഓട്ടോപ്സി ലിറ്ററലി മീനിങ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. ഓക്കെ, സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. എന്താണ് ഓട്ടോപ്സി എന്ന് പറഞ്ഞാല്? മൃതശരീരത്തെ കുറിച്ച് പഠിക്കുന്നതല്ലേ. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് is carried out for the clinical as well as the medical legal purpose. അല്ലെ, മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാവാം നമ്മൾ ഇങ്ങനെ ഓട്ടോപ്സി നടത്തുന്നത്. ഇനി നോക്കിയേ, ക്ലിനിക്കൽ ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്? Clinical autopsy, loosely termed as pathological autopsy. Underline ചെയ്തേ. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി is also known as pathological autopsy. Is carried out to the diagnosis of the disease which has led to the mortality when anti-mortem efforts have failed. എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ? എന്താണ് ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ? എന്താ ആന്റിമോർട്ടം? മോർട്ടാലിറ്റി അറിയാലോ. മോർട്ടാലിറ്റി എന്താണ്? മോർട്ടാലിറ്റി എന്താ? മരണനിരക്ക്. ആന്റിമോർട്ടം എന്ന് പറഞ്ഞാല് മരണത്തിന് മുൻപുള്ള ശ്രമങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, നമുക്ക് പറഞ്ഞു തരാം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാല് മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. പറഞ്ഞപ്പോ മനസ്സിലാവില്ല, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്നുകൂടി മിസ് പറയാം. മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. മരണകാരണം അറിയാൻ വേണ്ടിയിട്ട്, മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്.
ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണോ? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി നോർമൽ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. നോർമൽ ആയിട്ടിരിക്കുന്നതിന് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല. പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു രോഗമൊന്നുമില്ല, നോർമൽ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ നമുക്ക് പറയാൻ പറ്റോ ഇന്ന രോഗം കാരണമാണ് അദ്ദേഹം മരിച്ചതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മരിച്ചതിന്റെ കാരണം ഐഡന്റിഫൈ ചെയ്യണം. അത് എന്ത് വഴിയാ ചെയ്യുന്നത്? ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി. ഓക്കെ, അപ്പൊ നോക്കിയൊന്ന് ആ എക്സാമ്പിൾ വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചേ. അത് തന്നെ. ഓക്കെ, നമുക്ക് മരണകാരണം എന്താണ്? ഇപ്പോ ചിലപ്പോ അറ്റാക്ക് ആവാം അല്ലെ, പല കാരണങ്ങളാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി മനസ്സിലായില്ലേ? ഇനി പർപ്പസ് നോക്കി, അതിന്റെ പർപ്പസ് നോക്കാം കേട്ടോ. ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? To establish the nature of disease which has led to death when antemoertem attempts have failed. ഇത് നമ്മൾ ഇവിടെ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? മരണത്തിലേക്ക് നയിച്ച ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്? മരണത്തിലേക്ക് നയിച്ച രോഗത്തെ നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പർപ്പസ് കേട്ടോ. അത് സെയിം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാം. To study pathology of the disease which has led to the death even when the diagnosis has been established prior to death. ഇതാണ് മരണത്തിന് മുൻപ് ഈ പർപ്പസിൽ കൊടുത്തിരിക്കുന്നത്. മരണത്തിന് മുൻപ് രോഗനിർണയം നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പർപ്പസ് പറയുന്നത് എന്താണ്? മരണത്തിന് മുൻപ് രോഗനിർണയം നടത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു. കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അദ്ദേഹം കുറച്ചു നാളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. കാർഡിയാക് അറസ്റ്റിന് ഹൃദയാഘാതമായിട്ട് വന്നു, മരുന്ന് കഴിക്കുന്നുണ്ട്. 3 മാസമായിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം മരിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ മരിക്കാൻ കാരണം? ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും അല്ലെ? ആണോ? നമുക്കറിയാം എന്താണ്? അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇതായിരിക്കാം രോഗം അല്ലെങ്കിൽ ഇതായിരിക്കാം മരണ കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 പർപ്പസും ക്ലിയർ ആണോ? ഫസ്റ്റില് പറഞ്ഞത് എന്താണ്? മരണകാരണം എന്താണെന്ന് അറിയുന്നില്ല, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ടാമത്തെ പർപ്പസിൽ എന്താണ്? മരണകാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് മരണകാരണം മുൻപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? 2 എക്സാമ്പിൾ വെച്ച് നോക്കാം കേട്ടോ. അപ്പൊ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, അതിന്റെ പർപ്പസ് കിട്ടി. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ അറിയാലോ? മെഡിക്കോ ലീഗൽ കേസസുകള് ഓർമ്മയുണ്ടാവും. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസസ് നോക്കാം. It execute with the aim of providing answers to questions about the identity, causes of death, time of death, situation of death, etc. is benefiting the law enforcing agencies to settle the crime. ഇവിടെ എന്താണ്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? ആ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടെത്തുമ്പോ അതിന്റെ ആ ക്രൈം ആരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ക്രൈം കേസിനെ കുറിച്ചുള്ള കാര്യങ്ങള് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? എന്താണ് നോക്കിയ ക്വസ്റ്റ്യൻസ്? ഐഡന്റിറ്റി, വ്യക്തിത്വം, അതുപോലെ തന്നെ കോസസ് ഓഫ് ഡെത്ത്, മരണകാരണം, ഏത് ടൈമിലാണ് മരിച്ചിരിക്കുന്നത്, അതുപോലെ മരിക്കുന്നതിന്റെ സിറ്റുവേഷൻ,
ഇതിനൊക്കെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണത്തിന്റെ സെറ്റിൽമെന്റ് അല്ലെ, സെറ്റിൽ ചെയ്യാനായിട്ട് ആ ക്രൈമിന്റെ കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്രൈമിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ ആരാണ് മരിച്ചിരിക്കുന്നത് അല്ലെ, വ്യക്തിത്വം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് മരണകാരണം, ഏത് ടൈമിലാണ്, സിറ്റുവേഷൻ, ഇതിനൊക്കെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാല് നമുക്ക് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? ഇല്ല. പറ്റും. ഓക്കെ. ഇനി അതിന്റെ പർപ്പസ് ഓഫ് ML നോക്കണം കേട്ടോ. അവിടെ MI എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്നാക്കാം. നോക്കി അതിന്റെ പർപ്പസ്, ഉദ്ദേശം, ലക്ഷ്യം എന്തൊക്കെയാണ്? ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. എക്സാക്ട് കോസ്റ്റ് അല്ലെങ്കിൽ മരണ രീതി എങ്ങനെയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മരണത്തിന്റെ കാരണം, അതുപോലെ തന്നെ മാനർ ഓഫ് ദി ഡെത്ത് അല്ലെ, മരണ രീതി എങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, കണ്ടെത്താം. പിന്നെന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. മരണമടഞ്ഞ പേഴ്സണിന്റെ വ്യക്തിത്വം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ദ ഡെത്ത്, ടൈം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ടു കളക്ട് ട്രാക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം. റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻസ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരാവിഷ്കരണം അല്ലെ. നിങ്ങളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, കേസ് ക്രൈം ഫയലിലൊക്കെ ഉണ്ട്. റീക്രിയേഷൻ ചെയ്യാം. ഇപ്പൊ മറ്റേ എന്താണ് അഭയ കേസൊക്കെ, സുരേഷ് ഗോപിയുടെ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? ക്രൈം ഫയലാണെന്ന് തോന്നുന്നു. സിനിമയുടെ പേര് മിസ്സിന് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. ക്രൈം ഫയലാണെന്ന് തോന്നുന്നു. കമ്മി എടുത്തിട്ട് കിണറ്റിലിട്ടിട്ട് ഇങ്ങനെയാണ് മരിച്ചതെന്ന്. ഓക്കെ. അപ്പൊ അങ്ങനെ എന്താണ് പുനരാവിഷ്കരണം, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ എവിഡൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെയാണ് ML ഓട്ടോപ്സിയുടെ പർപ്പസ്, ഉദ്ദേശമായിട്ട് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ലക്ഷ്യം എന്തൊക്കെയാണ്? എക്സാക്ട് കോസസ്, മരണകാരണം, അതുപോലെ തന്നെ മരണരീതി എങ്ങനെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഏതാളാണ് മരിച്ചിരിക്കുന്നത്, അയാളുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ടൈം, എപ്പോഴാണ് മരിച്ചിരിക്കുന്നത്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നല്ല രീതിയിൽ എവിഡൻസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ പുനരാവിഷ്കരണം. ഓക്കെ, കിട്ടിയോ? ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഏതൊക്കെയാണ് പർപ്പസ് എന്നുള്ളത്. ഇനി ലാസ്റ്റ് ചെറിയ പോർഷനും കൂടി ഉള്ളൂ കേട്ടോ. Even though the procedure of both autopsies is the same, അല്ലെ, രണ്ട് ഓട്ടോപ്സിയും സെയിം ആണ്. ക്ലിനിക്കൽ ആയാലും മെഡിക്കോ ലീഗൽ ആയാലും എന്താണ് മരണകാരണം തിരിച്ചറിയുന്നത് അല്ലെ. ഓക്കെ, അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ്. They are dissimilar in some aspect. ഇനി ഒരു ഡിഫറൻറ്റ് ഉണ്ട്. ഇതെന്താണെന്ന് നോക്കി. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി is performed by pathologist. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആണ്. ആൻഡ് മെഡിക്കൽ ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ്? ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സിയും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും സെയിം തന്നെയാണ്. അതായത് പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉള്ളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റും, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ക്ലിയർ ആയോ? മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. പെർഫോം ചെയ്യുന്ന രണ്ടാൾക്കാരുടെ പേരുകൾ മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആൻഡ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. കിട്ടിയില്ലേ അശ്വിനി?
ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മോർച്ചറി കംപ്ലീറ്റ് ആയി കേട്ടോ. മോർച്ചറി സർവീസസ് കംപ്ലീറ്റ് ആയി. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. വായിച്ച് പഠിക്കാം. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ മോർച്ചറി സർവീസസിൽ? താങ്ക് യു.